നമുക്ക് റണ്ണിങ് മെറ്റീരിയലിൻ്റെ ഒരു കളക്ഷനാണ്. റണ്ണിങ് മെറ്റീരിയലിൽ നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാട്ടോ. സാരി ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് സാരി ആയിട്ട് ഉപയോഗിക്കാം. അല്ല നമുക്ക് ഇപ്പം എന്തെങ്കിലും ടോപ്പായിട്ട് തയ്ക്കണമെങ്കിലോ സ്കേർട്ടായിട്ട് തയ്ക്കണമെങ്കിലോ അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 395 പെർ മീറ്റർ. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ കാണിച്ചു തരാം. കുറേ കളേഴ്സ് വന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പേർപ്പിൾ ടോണിൻ്റെ ഇതേപോലെയാണ്. അതിൻ്റെ രണ്ട് സൈഡിലും കണ്ടോ ഇതേപോലെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്കാലപ്പ് വർക്കും ചെറിയ സീക്വൻസും എംബ്രോയിഡറിയും കൂടെയുള്ള. ഇതിനകത്ത് വന്നിരിക്കുന്ന ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന വർക്കാണ്. എന്നിട്ട് ബോഡിയിലും ഈ ഒരു വർക്ക് വരും. അപ്പോൾ നമുക്ക് വൺ ലെയറൊക്കെ ആയിട്ട് ഒരു സാരി ആയിട്ട് പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ പെയർ ചെയ്യാം. രണ്ട് സൈഡിലും ഈ ബോർഡേഴ്സ് വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബ്ലൗസ്, ഇനിയിപ്പം ഇത് വന്നിട്ട് ബ്ലൗസ് നമുക്ക് കോൺട്രാസ്റ്റ് പെയർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ പെയർ ചെയ്യാം. ഇതൊരു ടിഷ്യൂ മെറ്റീരിയലിൽ വന്നിരിക്കുന്നത്. ഇത് ബ്ലൗസിന് മാത്രമല്ല കേട്ടോ, പല ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഇതിനിങ്ങനെ മാച്ച് ചെയ്യണമെങ്കിൽ ഇത് ഇങ്ങനെ മാച്ച് ചെയ്യാം. നല്ലൊരു റിച്ച് ലുക്കായിരിക്കും ഇത് ബ്ലൗസും ഇത് സാരി ആയിട്ടൊക്കെ ഉപയോഗിച്ചാലും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 750 ആണ് പെർ മീറ്റർ വരുന്നത്. ഇതൊരു ടിഷ്യൂ ബ്ലെൻഡായിട്ടുള്ള മെറ്റീരിയൽ. ഇതേപോലെയുള്ള ഒരു ഹാൻഡ് വർക്കും എംബ്രോയിഡറിയും കൂടെയാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു കളറ്, ഇതൊരു ഗോൾഡിൻ്റെ തന്നെ അല്പം ലൈറ്റർ ഗോൾഡ് ടോണിലേക്ക് വരും. ഇത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ചും കൂടെ ഒരു ബേജ് ടോണിലേക്ക്, ഒരു ഗോൾഡൻ ബേജ് ടോണിലേക്ക് വരും. ഇതിൻ്റെ വർക്ക് ഇങ്ങനെയാണ് ബോഡിയിൽ വരുന്നത്. ഇത് കണ്ടോ, ഇതേപോലെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. അപ്പോൾ ഇത് ഇനി അല്പം ഡാർക്കായിട്ടുള്ള ടോണിൽ വേണം എന്നുള്ളവർക്ക് ഇത് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 650 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം രണ്ട് രീതിയിൽ നമുക്ക് പെയർ ചെയ്യാം. ഒന്ന് ഇങ്ങനെ പെയർ ചെയ്യാം, അല്ലെങ്കിൽ അടുത്തത് ഇങ്ങനെയും പെയർ ചെയ്യാം. ഇത് രണ്ടും ഒരു ഗോൾഡൻ, ഇത് അല്പം ടിഷ്യൂ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇത് ടിഷ്യൂ ബ്ലെൻഡ് അല്ല മെറ്റീരിയൽ, അല്ലാതെ നോർമലായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത്. അടുത്ത കളർ കൊണ്ടോ അതിൻ്റെ നല്ലൊരു യെല്ലോയുടെ നല്ലൊരു ഷെയ്ഡ്. അപ്പോൾ യെല്ലോ വന്നിട്ട് ഇതിനകത്ത് പെയർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. ഇപ്പം രണ്ടും കൂടെ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാ കുറച്ച് ഇഷ്ടം എന്ന് ചോദിച്ചാൽ അതേപോലെ എടുക്കാമല്ലോ. ഇപ്പം ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതൊക്കെ നല്ലൊരു, ഈ മെറ്റീരിയലിന് ചെറിയൊരു ടിഷ്യൂ ബ്ലെൻഡ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഷൈനിങ് ഉണ്ട്. അതായത് നമുക്കൊരു ഫംഗ്ഷൻ വെയറിനൊക്കെ ഉപയോഗിക്കേണ്ട ആ ഒരു ഷൈനിങ് അല്ലേ, അങ്ങനെയുണ്ട്. അപ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലും ആണ് കേട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. അടുത്തത് നോക്കിയാൽ ഇതൊക്കെ ഒരു മെറ്റാലിക് ഷെയ്ഡിലേക്ക് വരും. ഇതുണ്ടത് ഒരു മെറ്റാലിക് ഗ്രീൻ ഷെയ്ഡിലേക്ക്, നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ്. ഇതൊക്കെ ഇപ്പോഴത്തെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഷെയ്ഡ്സാണ്. ഇത് ഇങ്ങനെ വന്നാൽ ഇതിനകത്ത് പറ്റും, അല്ലാതെ ഇതിനകത്ത് ചെയ്യണമെങ്കിൽ ഇതിനകത്തും ചെയ്യാം. ഇത് രണ്ട് ചെയ്താലും നല്ലതായിരിക്കും കേട്ടോ, രണ്ടിനകത്താണെങ്കിലും നല്ലതായിരിക്കും. മെറ്റാലിക് ഗ്രീൻ. അടുത്തത് വരുന്നതും ഇതൊരു പേർപ്പിൾ ഷെയ്ഡ് തന്നെ. അതിനകത്ത് കണ്ടോ, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് മാച്ച് ചെയ്യാം. അപ്പോൾ ഇത് 5.5 മീറ്ററും ഇത് ബ്ലൗസിനായിട്ടും അങ്ങനെ എടുത്താൽ മതി. ഇങ്ങനെ വേണമെങ്കിലും മാച്ച് ചെയ്യാം. അടുത്തത് നോക്കിയേ, ഇത് ഒരു പിങ്കിൻ്റെ ഒരു ടോൺ. പിങ്ക് ടോണിൽ ഇത് കണ്ടോ ഇങ്ങനെ വരും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അടുത്തത് വരുന്നത് ഒരു പീച്ച് ടോണിലേക്ക്, അല്ലെങ്കിൽ ഇതിങ്ങനെ. ഇത് നോക്കിയേ, നല്ലൊരു സഫയർ ബ്ലൂ ഷെയ്ഡിലേക്ക് വരും. ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സാണ് എല്ലാം. അടുത്തതും ഒരു പിങ്കിൻ്റെ അല്പം ഒരു ലാവൻഡർ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു പിങ്ക് ടോൺ. അടുത്തത് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്. ഇതൊക്കെ നമുക്ക് സാരിയായിട്ട് ഉപയോഗിച്ചാൽ നല്ല രസമായിരിക്കും. എൻഡിൽ മാത്രം വർക്ക് വരും, എന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ളൊരു ബ്ലൗസും കൂടെ വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ. ഇത് കണ്ടോ, ഒരു മെറ്റാലിക് ഷെയ്ഡിലേക്ക് വരും. ഇതൊരു ചെറിയൊരു പിങ്കിൻ്റെയൊക്കെ, പിങ്കും ചെറിയൊരു ബ്രൗണും കൂടെ. ബ്രൗൺ ഉണ്ടോ? ഇല്ല അല്ലേ, പിങ്കിൻ്റെ തന്നെ ഒരു ഷെയ്ഡാണ് അല്ലേ. ഇതിനകത്ത് ആദ്യം വന്നായിരുന്നു. ആദ്യത്തെ പിങ്ക് ഒന്ന് കാണിച്ച്, ആ ലാവൻഡറിൻ്റെ അടിയിലിരിക്കണം, ലാവൻഡർ പിങ്കിൻ്റെ അടിയിലിരിക്കണേ, അത് പീച്ചല്ലേ, അതിൻ്റെ അടിയിലിരിക്കണം പീച്ച്. ഓക്കെ. ഇതാണ് പിങ്കിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഇത് വന്നതല്ലേ, ഇത് വന്നത്. ഇത്രയും
അപ്പോൾ ഇത്രയും കളേഴ്സാണ്, ഗ്രീൻ വന്നു, ഇത്രയും കളേഴ്സാണ് നമ്മുടെ റണ്ണിങ് മെറ്റീരിയലിൽ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് അല്ല, ഇത് വാട്സപ്പ് ത്രൂ തന്നെ പർച്ചേസ് ചെയ്തിട്ട്, ഇത് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കില്ല, വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. താങ്ക് യു.